ആത്മീയ കഥകളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെപ്പറ്റി ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ധാരാളമായി പരാമർശിച്ചിട്ടുണ്ട്. പുരാണങ്ങളിൽ അയോധ്യയെപ്പറ്റി എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, പുരാണങ്ങൾ പ്രധാനമായും 18 ഉള്ളത്. ഈ 18 പുരാണങ്ങളും നമുക്കായി ക്രോഡീകരിച്ച് തന്നത് വ്യാസഭഗവാനാണ്. എന്ന് പറഞ്ഞാൽ ഇത് അതിനു മുമ്പ് വരമൊഴിയായിട്ടല്ല, വാമൊഴിയായിട്ടാണ് വന്നത് എന്നർത്ഥം. ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്ക്, അങ്ങനെ ശിഷ്യന്മാരിലേക്ക് വീണ്ടും ആ ശിഷ്യൻ ഗുരുവാകും, അദ്ദേഹം ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുക്കും. അങ്ങനെ ആ പരമ്പരയാ വന്നതാണ് ഈ അറിവുകളെല്ലാം. എന്നാൽ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ വാമൊഴിയായിട്ടുള്ളത് വരമൊഴിയായി നമുക്ക് ലഭ്യമായി. വ്യാസഭഗവാൻ ഇവയെല്ലാം നമുക്ക് വരമൊഴിയായി തന്നു. പലപ്പോഴും ഈ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും എല്ലാം കാലഘട്ടത്തെപ്പറ്റി ഒരു തർക്കം നടക്കാറുണ്ട്. ഇതെന്നാണ് എഴുതിയത്? പക്ഷേ ഈ കാലഘട്ടത്തിൽ വരമൊഴിയായിട്ടുള്ളത് മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. എത്ര കാലം മുമ്പാണ് വാമൊഴിയായിട്ട് ഇവയെല്ലാം വരാൻ തുടങ്ങിയത് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. എന്താണെങ്കിലും വ്യാസഭഗവാനാണ് നമുക്ക് ഈ 18 പുരാണങ്ങളും ക്രോഡീകരിച്ച് തന്നത്. അതിൽ 13ാമത്തെ പുരാണമാണ് സ്കന്ദപുരാണം. ഈ പുരാണങ്ങളിൽ ഏറ്റവും ബൃഹത്തായതും ഇത് തന്നെയാണ്. ഏകദേശം 81,000 ശ്ലോകങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. സ്കന്ദ ഭഗവാൻ കുറേ മുനിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഈ പുരാണത്തിൻ്റെ അതിനുള്ളിലെ ആശയങ്ങൾ. ഇതിനകത്ത് 7 ഖണ്ഡങ്ങളാണുള്ളത്. നമ്മൾ മഹാഭാരതത്തിൽ പർവ്വങ്ങളുണ്ട് എന്ന് പറയും, രാമായണത്തിൽ കാണ്ഡങ്ങളുണ്ട് എന്ന് പറയും. അതുപോലെ പുരാണത്തിൽ ഖണ്ഡങ്ങൾ എന്നാണ് പറയുന്നത്. സ്കന്ദപുരാണത്തിൽ 7 ഖണ്ഡങ്ങൾ. അതിലെ 2ാമത്തെ ഖണ്ഡമാണ് വൈഷ്ണവ ഖണ്ഡം. ഈ ഓരോ ഖണ്ഡത്തിനും ഉപഖണ്ഡങ്ങളുമുണ്ട്. വൈഷ്ണവ ഖണ്ഡത്തിന് 9 ഉപഖണ്ഡങ്ങളുണ്ട്. അതിൽ 8ാമത്തെ ഉപഖണ്ഡത്തിൻ്റെ പേര് തന്നെ അയോധ്യ എന്നാണ്. അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതിനകത്തുള്ളത് അയോധ്യയെ പറ്റി ആയിരിക്കുമെന്ന്. ഈ സ്കന്ദപുരാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചരിത്ര സംഭവങ്ങളേക്കാൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ പുണ്യസ്ഥലങ്ങളുണ്ട്, ഏതൊക്കെ പുണ്യതീർത്ഥങ്ങൾ, നദികളുണ്ട്, അവയിൽ സ്നാനം ചെയ്താലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, നദീ സംഗമങ്ങൾ ഏതൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും സ്കന്ദപുരാണത്തിൽ തന്നെയാണ് അയോധ്യ എന്ന് പറയുന്ന ഭൂവിഭാഗത്തിനെ പറ്റിയുള്ള വിവരണം വരേണ്ടത്. ഈ അയോധ്യ എന്ന് പറയുന്ന ഉപഖണ്ഡത്തിൽ 10 അധ്യായങ്ങളുണ്ട്. ഈ 10 അധ്യായങ്ങളിലായി അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തെപ്പറ്റി വളരെ വിശദമായി പരാമർശിച്ചിരിക്കുന്നു. അത് ഇങ്ങനെയാണ്. അതായത് നർമ്മദയുടെയും ഗോദാവരിയുടെയും തീരത്തിലുള്ള വാരണാസിയിൽ താമസിച്ചിരുന്ന, ദണ്ഡകാരണ്യത്തിൽ താമസിച്ചിരുന്ന, കാശിയിൽ താമസിച്ചിരുന്ന, അതായത് ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിലെല്ലാം താമസിച്ചിരുന്ന ഋഷീശ്വരന്മാരെല്ലാം ഒരിക്കൽ കുരുക്ഷേത്രത്തിൽ ഒത്തുകൂടി. 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം, ഒരു യാഗം നടത്താനായി അവർ തീരുമാനിച്ചു. അപ്പോൾ ഈ യാഗസമയത്ത് ഇടയ്ക്ക് അവരെല്ലാം ഒത്തുകൂടും, ഭഗവത് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഈ ഒരു യാഗശാലയിലേക്ക് വ്യാസഭഗവാന്റെ ശിഷ്യനായിട്ടുള്ള രോമഹർഷണൻ എന്ന് പറയുന്ന സൂതൻ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമസ്കരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറേ ഭഗവത് കാര്യങ്ങൾ പറഞ്ഞു തരിക, അതുപോലെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ട്, അതെല്ലാം അങ്ങൊന്ന് പറഞ്ഞു തന്ന് ഞങ്ങളുടെ സംശയം നിവർത്തിച്ച് തന്നാലും. അദ്ദേഹം പറഞ്ഞു, വളരെ സന്തോഷമേ ഉള്ളൂ, എനിക്ക് അത്രയും അത്രയും നേരം ഒരു സത്സംഗമാണല്ലോ നിങ്ങളുമായി ചിലവഴിക്കാൻ. ഈ മുനിമാർ ചോദിച്ചത് എന്താണെന്നറിയാമോ? അവർ ചോദിച്ചത് ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം, അതിൽ വേദത്തിൽ പോലും ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. ഇത്രമാത്രം ഈ പട്ടണത്തിന് പ്രാധാന്യം വരാൻ എന്താണ് കാരണം? അതുമാത്രമല്ല, പുരികളിൽ, വിഷ്ണുവിൻ്റെ പുരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരി അയോധ്യയാകാൻ കാരണമെന്ത്? ഇവിടെയുള്ള പുണ്യസ്ഥലങ്ങൾ എന്തൊക്കെ, അതുപോലെ പുണ്യതീർത്ഥങ്ങൾ, നദികൾ എന്തൊക്കെ, സംഗമസ്ഥാനങ്ങൾ എന്തൊക്കെ, ഇവിടെയൊക്കെ ദർശനം നടത്തിയാൽ, ഈ സംഗമസ്ഥാനങ്ങളിൽ സ്നാനം ചെയ്താൽ, ദാനം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പുണ്യം എന്തൊക്കെ, ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം ഏതൊക്കെ രാജാക്കന്മാർ ഭരിച്ചിരുന്നു, ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളാണ് ഈ രോമഹർഷണൻ എന്ന് പറയുന്ന സൂതനോട് മുനിമാർ ചോദിച്ചത്. അപ്പം അദ്ദേഹം ആദ്യം ശ്രീരാമചന്ദ്രസ്വാമിയെയും മഹാവിഷ്ണുവിനെയെല്ലാം നമസ്കരിച്ചിട്ട് പറയാൻ തുടങ്ങുകയാണ്, നിങ്ങൾ ഈ ചോദിച്ച ഇതേ ചോദ്യം വേറൊരാൾ ഒരിക്കൽ ചോദിച്ചു.
അപ്പോൾ കിട്ടിയ മറുപടി ഞാൻ അതുപോലെ പറയാം. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ സ്കന്ദ ഭഗവാൻ അഗസ്ത്യമുനിക്ക് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, ഉപദേശം കൊടുത്തു. സ്വാഭാവികമായിട്ടും അഗസ്ത്യമുനിക്ക് ഈ അയോധ്യയിലൊന്ന് വന്ന് താമസിക്കണം തോന്നി. അങ്ങനെ 3 ദിവസം അഗസ്ത്യമുനി ഈ അയോധ്യയിൽ വന്ന് താമസിച്ചപ്പോഴാണ് ഈ ഒരു പട്ടണത്തിൻ്റെ, ഈ പുരിയുടെ മാഹാത്മ്യം മനസ്സിലാക്കിയത്. വളരെ സന്തോഷപൂർവ്വം 3 ദിവസം താമസിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. പക്ഷേ ഇത് വ്യാസഭഗവാൻ അറിഞ്ഞു. വ്യാസഭഗവാൻ നേരെ അഗസ്ത്യമുനിയുടെ അടുക്കലെത്തി. എന്നിട്ട് ഈ ഒരു അയോധ്യ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ മാഹാത്മ്യം, ഇപ്പം ഈ ഋഷിമാർ ചോദിച്ച ചോദ്യമില്ലേ, ഇതെല്ലാം വ്യാസഭഗവാൻ ചോദിച്ചു അഗസ്ത്യമുനിയോട്. തനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അഗസ്ത്യമുനി വളരെ സന്തോഷത്തോടു കൂടി ഈ പട്ടണത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ പറയുകയാണ്. അതായത് വിഷ്ണുവിൻ്റെ പുരികളിൽ ഒന്നാമത്തേതാണിത്. നമുക്കറിയാം, സപ്തമോക്ഷപുരികൾ എന്നാണ് നമ്മൾ പറയുന്നത്. മോക്ഷപുരികൾ 7 എണ്ണമാണ്. അതിലാദ്യം തന്നെ പറയുന്ന പേര് അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത്. അതിലാദ്യത്തെ പേര് അയോധ്യ എന്നാണ്. അതായത് വിഷ്ണുവിൻ്റെ പുരികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മാത്രമല്ല, മത്സ്യാകൃതിയിലാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഏറ്റവും വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലല്ല, മറിച്ച് വിഷ്ണുവിൻ്റെ ചക്രത്തിൻ്റെ മുകളിലാണ് എന്നാണ്. ഈ ഒരു സംഭവം നമുക്ക് കാശി ഖണ്ഡത്തിൽ നോക്കിയാലും കാണാൻ സാധിക്കും. കാശി ഖണ്ഡത്തിൽ കാശി പട്ടണത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് കാശി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലല്ല, മറിച്ച് മഹാദേവൻ്റെ ത്രിശൂലത്തിൻ്റെ മുകളിലാണ് എന്നാണ്. അതുപോലെ ഇത് മഹാവിഷ്ണുവിൻ്റെ പുരമായതുകൊണ്ട് ഇവിടെ സുദർശന ചക്രത്തിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല, അയോധ്യ എന്ന് പറയുന്ന ആ ഒരു പേരിൽ 3 അക്ഷരങ്ങളാണ് ഉള്ളത്, അല്ലേ? ആ, യ, ധ. ഇതിൽ ആ ബ്രഹ്മാവിനെ സൂചിപ്പിക്കുന്നു, യ മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു, ധ എന്ന് പറയുന്നത് രുദ്രനെ സൂചിപ്പിക്കുന്നു. അതായത് ത്രിമൂർത്തികളുടെയും സാന്നിധ്യം ഈ ഒരു പുരിയിലുണ്ട് എന്ന് പറയുകയാണ്. ഇനി ഈ പുരിക്ക് അതിർത്തികളുണ്ട്. 4 നദികളാണ് ചുറ്റുമുള്ളത്. അതിൽ പറയുന്നത്, അതിർത്തികളിൽ കിഴക്കുവശത്ത് സഹസ്രധാര എന്ന് പറയുന്ന ഒരു നദി ഒഴുകുന്നതായിട്ട് പറയുന്നു. പടിഞ്ഞാറ് വശത്ത് സമത. ഇനി തെക്കുവശത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സരയൂ എന്ന് പറയുന്ന നദി ഒഴുകുന്നതായിട്ടാണ് പറയുന്നത്. വടക്ക് വശത്ത് തമസ എന്നുള്ള നദി. ഈ നദിയെപ്പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം വാൽമീകി മഹർഷി തമസ നദിയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോഴാണ് ക്രൗഞ്ച പക്ഷികളിലൊന്നിനെ വേടൻ അമ്പെയ്തതും വാൽമീകി മഹർഷിയുടെ മുഖത്ത് നിന്ന് ആദ്യത്തെ ശ്ലോകം പുറത്തു വന്നതും. അപ്പോൾ ഈ നദികളെ പറ്റിയെല്ലാം ഇതിൽ പരാമർശമുണ്ട്. മാത്രമല്ല, ഈ നദികളും വേറെ കുറേ നദികളും ഈ അയോധ്യ പട്ടണത്തിലുള്ളതായിട്ട് പറയുന്നുണ്ട്. അവയെല്ലാം ചില സ്ഥലങ്ങളിൽ സംഗമിക്കുന്നുണ്ട്. ഇനിയുള്ള ഓരോ അധ്യായങ്ങളിലും ഈ സംഗമത്തിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്, പിന്നെ ചില സ്ഥലങ്ങളിൽ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ലക്ഷ്മണൻ ശരീരം ത്യജിച്ച സ്ഥലം, അല്ലെങ്കിൽ അയോധ്യയിലെ ജനങ്ങൾ ശരീരം ത്യജിച്ച സ്ഥലം, ഇങ്ങനെയുള്ള വിവരണങ്ങളെല്ലാം ഈ പുരാണങ്ങളിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സൂര്യവംശത്തിലെ രാജാക്കന്മാരാണ് എല്ലാ കാലവും ഈ അയോധ്യ എന്ന് പറയുന്ന പട്ടണം ഭരിച്ചത് എന്നും എല്ലാ കാലവും സർവ്വ ഐശ്വര്യത്തോടുകൂടി പ്രതാപത്തോടുകൂടി നിലനിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു കോസലത്തിലെ ഈ അയോധ്യ എന്നും പുരാണങ്ങളിൽ പറയുന്നു. നമുക്ക് മറ്റൊരു വിഷയവുമായി ഇനി വീണ്ടും കാണാം. ആത്മീയ കഥകളുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നമസ്കാരം.